ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനായി പല മാച്ച് വിന്നിംഗ് ഇന്നിങ്സുകളൊക്കെ കളിച്ചിട്ടും കരിയറിൽ ഒരിക്കലും അർഹിച്ച അംഗീകാരങ്ങൾ ലഭിക്കാതെ അവഗണിക്കപ്പെട്ട താരം തന്നെയാണ് മുൻ ഓപ്പണറും ഇപ്പോൾ മുഖ്യ കോച്ചുമായിട്ടുള്ള ഗൗതം ഗംഭീർ. നേരത്തെ ഇന്ത്യയെ ചില മത്സരങ്ങളിൽ മികച്ച രീതിയിൽ നയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് സ്ഥിരം ക്യാപ്റ്റനാവാനുള്ള ഭാഗ്യമുണ്ടായില്ല. അതുമാത്രമല്ല, ഇന്ത്യൻ ടീമിന്റെ മോശം പ്രകടനങ്ങളെ തുടർന്ന് അന്നത്തെ ക്യാപ്റ്റനായിരുന്ന MS ധോണിയെ സംരക്ഷിച്ച് വൈസ് ക്യാപ്റ്റനായിരുന്ന തന്നെ ബലിയാടാക്കിയ സംഭവവും ഗംഭീർ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് നിങ്ങൾക്കറിയാമോ? അതിലേക്ക് നമുക്ക് പോകാം. ലല്ലൻ ടോപ്പെ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ക്യാപ്റ്റനായിരുന്ന ധോണിയുടെ പിഴവ് കാരണം താൻ പുറത്താക്കപ്പെട്ടതിനെക്കുറിച്ച് ഗംഭീർ വെളിപ്പെടുത്തിയത്. ഇന്ത്യൻ ടീമിന്റെ മുഖ്യ കോച്ചായി വരുന്നതിനേക്കാൾ ഏറെ മുമ്പായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിൽ. ഈ കാര്യം മറ്റൊരു അഭിമുഖത്തിലും താൻ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ഇതാദ്യമായിട്ടാണ് ലോകത്തോട് ഇക്കാര്യം തുറന്ന് പറയുന്നതെന്നും അഭിമുഖത്തിൽ ഗംഭീർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. IPLൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം ക്യാപ്റ്റൻസി മിടുക്ക് തെളിയിച്ചിട്ടുള്ള താരമാണ് ഗംഭീർ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീം 2 തവണ IPL ട്രോഫിയിൽ മുത്തമിട്ടത് അദ്ദേഹത്തിന് കീഴിലുമാണ്. MS ധോണിക്കും വിരാട് കോഹ്ലിക്കുമിടയിൽ ഗംഭീറിനും ഇന്ത്യൻ ടീമിനെ കൂടുതൽ മത്സരങ്ങളിൽ നയിക്കാൻ അവസരം ലഭിക്കേണ്ടതായിരുന്നില്ലേ എന്നായിരുന്നു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചത്. ഇതിനു മറുപടിയായാണ് വൈസ് ക്യാപ്റ്റനായിരിക്കെ താൻ എങ്ങനെയാണ് അപ്രതീക്ഷിത നീക്കത്തിലൂടെ പുറത്താക്കപ്പെട്ടതെന്ന് ഗംഭീർ വെളിപ്പെടുത്തിയത്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നേരത്തെ മറ്റൊരു പ്ലാറ്റ്ഫോമിലും ഞാൻ പറയുകയും ചെയ്തിട്ടില്ല. 2012 ഓസ്ട്രേലിയയിൽ നടന്ന CB സീരീസ് ത്രിരാഷ്ട്ര ഏകദിന പരമ്പരയിൽ ഏറ്റവും അധികം റൺസ് എടുത്ത രണ്ടാമത്തെയാൾ ഞാനായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് ഫൈനലിലേക്ക് യോഗ്യത നേടാൻ സാധിച്ചില്ല. ഓസ്ട്രേലിയയും ശ്രീലങ്കയും തമ്മിലായിരുന്നു ഫൈനൽ. ഈ പരമ്പരയിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ഞാനായിരുന്നു. MS ധോണിയായിരുന്നു ക്യാപ്റ്റൻ. ഈ പരമ്പര കഴിഞ്ഞ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ബംഗ്ലാദേശിലാണ് ഞങ്ങൾക്ക് അടുത്ത ത്രിരാഷ്ട്ര പരമ്പര കളിക്കേണ്ടിയിരുന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ് എന്നിവരെ കൂടാതെ ശ്രീലങ്കയായിരുന്നു 3ാമത്തെ ടീം. ഈ സമയത്ത് ഇന്ത്യയുടെ കോച്ച് ഡങ്കൻ ഫ്ലെച്ചർ ആയിരുന്നുവെന്നും ഗംഭീർ വ്യക്തമാക്കി. CB സീരീസ് മുമ്പ് കളിച്ച ടെസ്റ്റ് പരമ്പര ഇന്ത്യ 4-0 തോറ്റിരുന്നു. അതുകൊണ്ട് തന്നെ ധോണി സമ്മർദ്ദത്തിലുമായിരുന്നു. ബംഗ്ലാദേശിലെ ത്രിരാഷ്ട്ര പരമ്പരയ്ക്ക് തൊട്ടു മുമ്പ് ഇന്ത്യൻ ടീമിൽ വന്ന ഏക മാറ്റം വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും എന്നെ പുറത്താക്കി വിരാട് കോഹ്ലിയെ നിയമിച്ചതാണ്. ഇന്ത്യയിലെ കായിക ചരിത്രത്തിൽ മാത്രമല്ല, ലോക ചരിത്രത്തിൽ തന്നെ ഒരു ടീമിന്റെ മോശം പ്രകടനം കാരണം ക്യാപ്റ്റനെ പുറത്താക്കാതെ വൈസ് ക്യാപ്റ്റനെ പുറത്താക്കിയത് അത് ആദ്യമായിട്ടാകും. ഇതേക്കുറിച്ച് ഞാൻ ഫ്ലെച്ചറോട് ചോദിച്ചപ്പോൾ ഇത് തൻ്റെ തീരുമാനം അല്ലെന്നായിരുന്നു മറുപടി. അപ്പോൾ പിന്നെ ഈ തീരുമാനമെടുത്തത് ആരാണെന്നും ഞാൻ ചോദിച്ചു. സെലക്ടർമാരാണ് ഇത് തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ പിന്നെ മീറ്റിംഗിൽ എന്തിനാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ ഫ്ലെച്ചർക്ക് മറുപടിയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അന്ന് സെലക്ടർമാർ തനിക്കെതിരെ മാത്രം നടപടിയെടുത്തതെന്ന് ഇപ്പോഴും അറിയില്ലെന്നാണ് ഗംഭീർ ഇതേക്കുറിച്ച് പറഞ്ഞത്. ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.